ആയുധ കച്ചവട കരാറിൽ പോലും മിസ്രൈമുമായൊരു ബന്ധം പാടില്ലെന്ന്, നീ കണ്ട മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ലെന്ന് ദൈവം വിലക്കിയതാണെങ്കിൽ, സ്വന്തം പുത്രന്റെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞു? രാഷ്ട്രീയ കാരണങ്ങൾ അവിടെ കണ്ടേക്കാം. പക്ഷെ അതിന്റെ പിറകിലെ ആത്മിക ചിന്ത ഞാൻ പറയാം. ദുഷ്ടപിശാചി, നീ ആയിരം ആൺകുഞ്ഞുങ്ങളെ മിസ്രൈമിൽ എന്തിനാ കൂട്ടക്കശാപ്പ് ചെയ്തത്? ഇവൻ വരാതിരിക്കാനല്ലേ? നിന്റെ തല തകർക്കേണ്ടുന്ന രക്ഷിതാവ് വരാതിരിക്കാൻ എവിടെ നീ ആയിരം ആൺകുഞ്ഞുങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തോ? അതേ പാളയത്തിൽ നീ ആരെ തകർക്കാൻ ശ്രമിച്ചോ അവനെ കൊണ്ടുവന്ന് നിനക്ക് തിരിച്ചടി തരുന്നവനാണ് സർവശക്തനായ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന, സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന മഹാദൈവമെങ്കിൽ, കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. ഈ രാത്രി എന്നെ തകർക്കാൻ, എന്റെ തലമുറയെ തകർക്കാൻ, എന്റെ മിനിസ്ട്രിയെ തച്ചുടയ്ക്കാൻ ഏതിരുളിന്റെ ശക്തികൾ ഈ രാത്രി വീറോടെ വെല്ലുവിളിച്ചാലും ആ പൈശാചിക ശക്തികൾക്ക് തിരിച്ചടി കൊടുക്കാൻ വിശ്വസ്തനായ കരുത്തനായ ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം പറയാൻ അതരത്തിൽ അഭിഷേകമുള്ള, ആത്മാവിൽ നിയോഗമുള്ള എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം.